നമസ്കാരം. ഏവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. പലരും ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമാണ്, എത്ര ജീവിതത്തിൽ പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തിയിട്ടും ഒരു ഫലം അങ്ങോട്ട് കാണുന്നില്ലല്ലോ എന്നത്. ഇതിനൊരു പരിഹാരവുമായിട്ടാണ് ഇന്നത്തെ അധ്യായം വന്നിരിക്കുന്നത്. കാരണം അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് നാളത്തെ ദിവസം വന്നു ചേരും. നാളത്തെ ഗ്രഹനിലയും നക്ഷത്ര മാറ്റങ്ങളും ചില പ്രത്യേക നക്ഷത്രക്കാർക്ക് രാജയോഗ തുല്യമായ ഫലങ്ങളെയാണ് പ്രദാനം ചെയ്യാൻ പോകുന്നത്. എന്നാൽ മറ്റ് ചില നക്ഷത്രക്കാർക്ക് അല്പം ശ്രദ്ധിക്കേണ്ടതായ ദിവസം കൂടിയാണ്. അപ്പോൾ നമ്മുടെ പുരാണങ്ങളും ജ്യോതിഷങ്ങളും ഒക്കെ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ വളരെയേറെ കൃത്യതയോടുകൂടി ഇവിടെ വിശദീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായി കേൾക്കുവാൻ ഏവരും ശ്രമിക്കുക. നാളെ 2025 ഡിസംബർ 27 ശനിയാഴ്ച ദിവസമാകുന്നു. ശനി ഭഗവാന്റെ ദിവസമാണ് നാളെ. അപ്പോൾ നാളത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രട്ടാതിയാണ്. അതായത് രാവിലെ ഏകദേശം ഒരു 9 മണി വരെ പൂരുരുട്ടാതി നക്ഷത്രമാണ്. അതിനുശേഷം ദിവസം മുഴുവൻ ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ സ്വാധീനത്തിലായിരിക്കും. അപ്പോൾ ഇവിടെ നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ശനിയാഴ്ചയും അതുകൂടാതെ ശനി ഭഗവാന്റെ നക്ഷത്രമായ ഉത്രട്ടാതിയും ഒരുമിച്ച് വരുന്നു എന്നത് വലിയൊരു പ്രത്യേകതയായിട്ട് പറയേണ്ടതാണ്. അപ്പോൾ ഇത് വളരെയേറെ ശക്തിയേറിയ ഒരു യോഗത്തിനാണ് നാന്ദി കുറിക്കുന്നത്. ശനി ഉത്രട്ടാതി യോഗമാണ് നാളത്തെ ദിവസം സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നാളെ വളരെ ഭാഗ്യദിനമാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ ഭാഗ്യം ഇതാണ്, നാളെ ശനി ഉത്രട്ടാതി യോഗം രൂപം കൊള്ളുന്നുണ്ട്. അപ്പോൾ നാളത്തെ തിഥി ഉച്ചയ്ക്ക് ഏകദേശം ഒരു 1:10 വരെ സപ്തമി തിഥിയാണ്. അതിനുശേഷമാണ് അഷ്ടമി ആരംഭിക്കുന്നത്. അപ്പോൾ അഷ്ടമി തിഥി തുടങ്ങുന്നത് അത്ര ശുഭകരമല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം പുതിയതായിട്ടുള്ള കാര്യങ്ങളൊന്നും തുടങ്ങാതിരിക്കാനായിട്ട് നിങ്ങൾ ഏവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. പക്ഷേ ഈശ്വര ഭജനത്തിന് അഷ്ടമി വളരെ നല്ലതാണ് താനും. പക്ഷേ ചില ശുഭകരമായ കാര്യങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ നാളെ പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ 1:10 വരെ സപ്തമി തിഥിയാണ്. അതിനുശേഷം അഷ്ടമി ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ആ അഷ്ടമി തിഥി അത്ര ശുഭകരമായി കണക്കാക്കുന്നില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട യോഗത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. നാളെ രാവിലെ 7:21 മുതൽ 9 മണി വരെ രവിയോഗമാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാവുന്നതാണ്, രവിയോഗം എന്നത് വളരെയേറെ ശുഭകരമായ ഒരു യോഗമാണ്. അപ്പോൾ സൂര്യൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ നാളെ രൂപം കൊള്ളുന്ന ഈ ഗ്രഹങ്ങളുടെയൊക്കെയും വിന്യാസം ഏറ്റവും കൂടുതൽ ഗുണകരമായ ഫലങ്ങൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ലഭിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ നക്ഷത്രമായി പറയാനുള്ളത് ഉത്രട്ടാതി തന്നെയാണ്. നാളത്തെ നക്ഷത്രവും ഉത്രട്ടാതിയാണ്. അപ്പോൾ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് നാളെ വളരെയേറെ ഭാഗ്യ ദിവസമായതിനാൽ തന്നെ വിചാരിക്കുന്ന കാര്യങ്ങൾ എല്ലാം പൂർത്തിയാക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗ്യകരമായ ഗുണങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുണ്ടാകും. മുടങ്ങിക്കിടന്ന കാര്യങ്ങളിൽ തീരുമാനമാകാനുള്ള സാധ്യത കൂടുതലായി കാണുന്നു. പ്രത്യേകിച്ച് വിവാഹ കാര്യങ്ങൾക്കൊക്കെയും വളരെയധികം, അതായത് ഒരു വിവാഹ ആലോചന വന്നു, പക്ഷേ അത് അങ്ങും ഇങ്ങും അല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നു. മുടങ്ങുമോ അതോ പൂർത്തിയാക്കാൻ കഴിയുമോ എന്നൊന്നും അറിയില്ല എന്നൊക്കെയുള്ള വിവാഹ ആലോചനകളാണെങ്കിലും അത് ശരിയായ രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ എത്തിക്കാൻ സാധിക്കും. നാളെ ദൈവാനുഗ്രഹം ധാരാളമായി ഉത്രട്ടാതി നക്ഷത്രക്കാർക്കുള്ളതിനാൽ തന്നെ നിങ്ങൾ ഏർപ്പെടുന്ന പ്രവൃത്തിയിലൊക്കെയും ആ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു പൂർണ്ണമായ ഫലം നിഴലിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ നക്ഷത്രം അനിഴമാണ്. ശനിയുടെ മറ്റൊരു നക്ഷത്രം കൂടിയാകുന്നു അനിഴം. അതുകൊണ്ട് അനിഴ നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം ധനപരമായ ധാരാളം നേട്ടങ്ങളുണ്ടാകും. ഏറെ നാളായി നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല എന്നു കരുതിയ പണം ലഭിക്കുവാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഒരാൾക്ക് കടം കൊടുത്തു, അതിന് തിരികെ ലഭിക്കില്ല എന്ന് പറയുന്നു. അത് നിങ്ങൾക്ക് തിരിച്ച് ചോദിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോടായിരിക്കും, അല്ലെങ്കിൽ ബന്ധുവിന് കൊടുത്തതാകാം. അപ്പോൾ ഏതായാലും ആ വ്യക്തി സ്വയം അറിഞ്ഞുകൊണ്ട് തന്നെ ആ ധനം നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള സാധ്യത നാളെ കൂടുതലാണ്. ലോണുകളൊക്കെ അനുവദിച്ച് കിട്ടാതെ ഏതെങ്കിലുമൊക്കെ തടസ്സപ്പെട്ട് കിടന്നിട്ടുണ്ടെങ്കിലും അനിഴം നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം അതൊക്കെ സാങ്ഷനായി കിട്ടി ഒരുപാട് സന്തോഷം വന്നു ചേരുന്നതാണ്. ഇനി മൂന്നാമത്തെ നക്ഷത്രം പൂയമാണ്.
ഗുരുവായൂരപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ട നക്ഷത്രം കൂടിയാണ് പൂയം. അപ്പോൾ നാളെ അനുകൂലമായ ദിവസമാണ് പൂയം നക്ഷത്രക്കാർക്ക്. തൊഴിൽ രംഗത്ത് ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും പ്രശ്നങ്ങൾ മേലുദ്യോഗസ്ഥരിൽ നിന്നാകട്ടെ, കീഴുദ്യോഗസ്ഥരിൽ നിന്നാകട്ടെ, ആരിൽ നിന്നാകട്ടെ, ഗവൺമെൻറ്റിൽ നിന്നാകട്ടെ, അങ്ങനെ ജോലിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകും. മനസ്സിന് സമാധാനം നൽകുന്നതായ ചില ശുഭകരമായ വാർത്തകൾ ശ്രവിക്കുവാനുള്ള യോഗവും ഭാഗ്യവും നാളത്തെ ദിവസം നിങ്ങളെ തേടിയെത്തുന്നതാണ്. ഇനി 5ാമത്തെ നക്ഷത്രം തിരുവോണമാകുന്നു. അതായത് വിഷ്ണുപ്രീതിയുള്ള ഒരു നക്ഷത്രം കൂടിയാണ് തിരുവോണം. നാളെ തിരുവോണ നക്ഷത്രക്കാർ ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെയും ഭാഗ്യം ഉണ്ടാകുന്നതാണ്. പുണ്യപ്രവൃത്തികൾ, ക്ഷേത്ര ദർശനങ്ങളൊക്കെ നാളത്തെ ദിവസം നിങ്ങൾ നടത്തുകയാണെങ്കിൽ ഇരട്ടി ഫലമായി. ഇതുവരെ നടത്തിയതുപോലെയല്ല. നാളത്തെ ദിവസം നിങ്ങൾ നടത്തുന്ന ഓരോ ചെറിയ കാര്യങ്ങളും ഓരോ പ്രാർത്ഥനകളും വളരെയധികം ഫലം നിങ്ങളിലേക്ക് എത്തിക്കും. കുടുംബത്തിലും ഐശ്വര്യം വന്നു ചേരുന്ന സമയവും ദിവസവുമാണ് തിരുവോണ നക്ഷത്രത്തിന്. ഇനി അടുത്ത നക്ഷത്രമായി പറയാനുള്ളത് രോഹിണിയാണ്. ചന്ദ്രൻ്റെ പ്രിയ നക്ഷത്രമാണ് രോഹിണി. അതുകൊണ്ട് തന്നെ രോഹിണി നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം ശോഭനമായൊരു ദിനമാണ്. വളരെയേറെ തെളിഞ്ഞ, ഒളിമങ്ങാത്ത, വളരെയേറെ ശോഭിക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ്. ബിസിനസ് ചെയ്യുന്നവർക്കും നാളത്തെ ദിവസം വളരെ ലാഭം കൊയ്യാനായി സാധിക്കും. വളരെ നേട്ടങ്ങളുണ്ടാകും. സന്താനങ്ങളെ ഓർത്ത് സന്തോഷിക്കുവാനുള്ള കാര്യവും ഒക്കെ വന്നു ചേരുന്നതാണ്. അപ്പോൾ നാളെ ചന്ദ്രബലം ഉള്ളതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ശുഭകരമായ ഫലമായിരിക്കും വന്നു ചേരുന്നത്. പൊതുവെ പറയുമ്പോൾ മനസ്സിന് സന്തോഷമുണ്ടാകുന്ന ധാരാളം കാര്യങ്ങൾ ശ്രവിക്കുവാനും അനുഭവിച്ചറിയുവാനുള്ള ഭാഗ്യവും യോഗവും ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് കടക്കാം. അതായത് നാളത്തെ ദിവസത്തിൽ ഈ ദോഷങ്ങളൊക്കെ മാറാൻ, എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടൊക്കെ മാറാനും ഈ പറഞ്ഞ ഭാഗ്യങ്ങൾക്ക്, അതായത് നമ്മളൊരു ഇരുട്ടിൽ മുങ്ങിക്കിടക്കുന്ന ഒരു വഴി, ആ വഴിയിൽ അല്പം വെളിച്ചം കൊടുത്താലല്ലേ നമുക്ക് സഞ്ചരിക്കാനും യോഗ്യമായി വരികയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇരുട്ട് പരന്ന് കിടക്കുന്ന ആ ഇരുട്ടിനെ മാറി ആ ഒരു വഴിയിലൂടെ നമുക്ക് നടക്കാൻ ആ ഒരു പ്രകാശ വലയം അവിടെ സൃഷ്ടിക്കേണ്ടതുണ്ട്. അതിനായിട്ട് നാളത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടതായ ചില വഴിപാടുകൾ കൂടി ഇവിടെ ഒന്ന് വിശദമാക്കാം. നാളെ ശനിയാഴ്ചയാണ്. പൂരുരുട്ടാതി നക്ഷത്രവും അതിനുശേഷം ഉത്രട്ടാതി നക്ഷത്രവും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉത്രട്ടാതി നക്ഷത്രമായതുകൊണ്ട് തന്നെ ശാസ്താവിനെ, അതായത് അയ്യപ്പസ്വാമിയെ, ശനി ഭഗവാനെയും പ്രീതിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. 9 മണിവരെ ഉള്ളൂ പൂരുരുട്ടാതി, അതിനുശേഷം ഉത്രട്ടാതിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഉത്രട്ടാതി നക്ഷത്രം തന്നെയാണ് നാളെ. അപ്പോൾ മണ്ഡലകാലം കൂടി ആയതുകൊണ്ട് അയ്യപ്പ ഭക്തിയാണ് ഇപ്പോൾ എങ്ങും നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് നാളത്തെ ദിവസം ഈ പറഞ്ഞ നക്ഷത്രക്കാർ അടുത്തുള്ള അയ്യപ്പസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നത്, അതായത് നാളെ വൈകുന്നേരം തൊട്ടടുത്തുള്ള അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ നീരാഞ്ജനം കത്തിക്കുന്നത് വളരെയേറെ ഉത്തമമാണ്. ഇത് ശനിദോഷം കുറയ്ക്കുന്നതിന് ഏറ്റവും നല്ലൊരു വഴിയാണ്. ഇനി രണ്ടാമതായി ഹനുമാൻ സ്വാമി, അതായത് നാളെ രാവിലെ നിങ്ങൾ കുളിച്ച് ശുദ്ധമായി വിളക്കൊക്കെ കൊളുത്തി 3 തവണ ഹനുമാൻ ചാലിസ വീട്ടിൽ തന്നെ ഇരുന്ന് ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ കാര്യം. അപ്പോൾ ശനി ഭഗവാന് ഹനുമാൻ സ്വാമിയെ ഭയമാണെന്ന കഥ ഏവർക്കും അറിയുന്നതാണ്, ഐതിഹ്യം. അതുകൊണ്ട് തന്നെ ഹനുമാൻ സ്വാമി, ശനി ഭഗവാൻ തമ്മിലുള്ളൊരു ബന്ധം മനസ്സിലാക്കി ഹനുമാൻ സ്വാമിയുടെ ഭക്തരെ ശനി ഉപദ്രവിക്കില്ല എന്ന കാരണം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ രാവിലെ കുളിച്ച് ശുദ്ധിയായതിനു ശേഷം പൂജാമുറിയിൽ കയറി വിളക്കിന് മുന്നിലിരുന്ന് ഹനുമാൻ ചാലിസ 3 തവണ നിങ്ങളൊന്ന് ജപിക്കുക. ഇനി ഈ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത്, അതല്ലെങ്കിൽ പൂജാമുറിയിൽ ചെറിയൊരു മൺചിര, അതിൽ അല്പം എള്ളെണ്ണ ഒഴിച്ച് തിരിയിട്ട് കത്തിച്ചാലും ശനിദോഷമൊക്കെ ഒഴിയുന്നതിന് അതുവഴിയും സഹായകമാകുന്നതാണ്. ഇനി നാളെ ഉച്ചയ്ക്ക് ശേഷം അഷ്ടമി വരുന്നത് കൊണ്ട് തന്നെ വൈകുന്നേരം നാമജപം നടത്താറുണ്ടല്ലോ നിങ്ങളെല്ലാവരും വിളക്ക് തെളിയിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ നാമജപം നടത്തുമ്പോൾ വിഷ്ണു സഹസ്രനാമം, അതുകൂടാതെ ഓം നമോ നാരായണായ ഈ മന്ത്രങ്ങളൊക്കെ നിങ്ങൾ ജപിക്കാമെങ്കിൽ അതും ശുഭകരമായ ഫലങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിന് സഹായിക്കുന്നതാണ്. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നാളെ ഉത്രട്ടാതി നക്ഷത്രമായതുകൊണ്ട് കാമധേനുവിനെ, അതായത് പശുവിനെ സ്മരിക്കുന്നതും പശുവിന് എന്തെങ്കിലും ഭക്ഷണം, അതായത് പഴം കൊടുക്കുക, അതല്ലെങ്കിൽ ശർക്കര കൊടുക്കുക, ഇതൊക്കെ ചെയ്താൽ കോടി പുണ്യമാണ് ലഭിക്കുന്നത്. നിങ്ങളുടെ കൈകൊണ്ട് തന്നെ പശുവിന് ഊട്ടുന്നത്, അതായത് നിങ്ങൾ ഒരു പുല്ല് കൊടുക്കാവുന്നതാണ്, ശർക്കര കൊടുക്കാം, പഴം കൊടുക്കുക, ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കൈകൊണ്ട് തന്നെ ഇതൊന്ന് ചെയ്താൽ നാളെ ഒരു ദിവസത്തെ ഫലമെന്നല്ല, ജീവിതത്തിലൊക്കെയും നിങ്ങൾക്ക് ഗുണകരമായ കോടി പുണ്യം, നമ്മൾ പുണ്യം ചെയ്യാൻ, പുണ്യം ലഭിക്കാനല്ലേ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, ആ ഒരു പുണ്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിന് സഹായിക്കുന്നതാണ്.
അപ്പോൾ നാളത്തെ ദിവസം ഇനി ചെയ്യാൻ പാടില്ലാത്തതായ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് അശ്രദ്ധ കൊണ്ട് പോലും ഈ ഒരു കാര്യങ്ങൾ ചെയ്യാനോ ദോഷങ്ങൾ വരുത്തി വയ്ക്കാനോ പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നാളെ ഉച്ചയ്ക്ക് 1:10 ശേഷമാണ് 1:10 ശേഷം അഷ്ടമി തിഥിയാണ്. അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം വിവാഹ ആലോചനകൾ, അതേപോലെ പെണ്ണ് കാണാൻ പോകുന്നത്, ഗൃഹപ്രവേശനം, പുതിയ ഒരു ബിസിനസ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എന്നിവയൊന്നും ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം. അതൊന്നും ഗുണം ചെയ്യുകയില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നാളത്തെ ദിവസം ഈ ശുഭകരമായ കർമ്മങ്ങൾ ഒരു 1:10 ശേഷമുള്ള സമയം ചെയ്യാനേ പാടുള്ളതല്ല. ഇനി രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, ശനിയാഴ്ച ദിവസമാണ്. നാവ് പിഴയ്ക്കാനുള്ള സാധ്യത വളരെയേറെ കൂടുതലായതിനാൽ തന്നെ ഈ കുടുംബത്തിലായാലും കുടുംബത്തിന് പുറത്തായാലും ഈ പറഞ്ഞിരിക്കുന്നതായ 5 നക്ഷത്രക്കാർ ഒരു കാരണവശാലും നാവ് പിഴച്ച് എന്തെങ്കിലും പറയാനോ നിങ്ങളുടെ വായിൽ നിന്ന് പ്രകോപിതമാകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും തന്നെ വരാതിരിക്കാൻ വളരെ ശാന്തമായിട്ടുള്ള പ്രവൃത്തിയാണ് നാളെ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നത്. നാളെ ശനിയാഴ്ചയാണ്. പോരാത്തതിന് ഉത്രട്ടാതി നക്ഷത്രം ആയതുകൊണ്ട് പൂർണ്ണമായും സസ്യാഹാരം ശീലിക്കാൻ പറ്റിയാൽ, എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല, നാളെ പൂർണ്ണമായൊരു വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നത് ഉത്തമമാണ്. മദ്യപാനം അതേപോലെയുള്ള ലഹരികളൊക്കെ നാളത്തെ ദിവസം പൂർണ്ണമായി ഒഴിവാക്കിയാൽ ആയുസ്സിനും അതേപോലെ ആരോഗ്യത്തിനും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് സഹായിക്കുന്നതാണ്. ഇനി ശ്രദ്ധിക്കേണ്ട നാലാമത്തെ ഒരു കാര്യം കൂടി പറയാൻ, തെക്ക് ദിശയിലേക്കുള്ള യാത്രകൾ നാളെ പരമാവധി ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. പരമാവധി എന്ന് പറഞ്ഞാൽ പോകാതിരിക്കുക തന്നെയാണ് ഇവിടെ പറയാനുള്ളത്. അത്യാവശ്യമാണെങ്കിൽ, ഇനി ഒഴിച്ചുകൂടാൻ പറ്റില്ല, പോയേ മതിയാകൂ എങ്കിൽ മാത്രം പോവുക. യാത്രയ്ക്ക് മുൻപ് കുറച്ച് ശർക്കര കഴിച്ചിട്ട് പോകാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അല്പം, ഒരുപാടൊന്നും വേണ്ട, ഒരല്പം മധുരം വായിലൊന്നും, അതും ശർക്കര തന്നെ വേണം. ഇനി ഒഴിച്ചുകൂടാൻ പറ്റില്ല, എനിക്ക് പോയേ മതിയാകൂ എന്നുള്ള കാര്യത്തിനാണെങ്കിൽ മാത്രം പോവുക. പോകുന്നതിന് മുന്നേ, വാഹനത്തിൽ കയറുന്നതിന് മുന്നേ, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഉള്ള ആ ഒരു സമയം അല്പം ശർക്കര എടുത്ത് വായിലിട്ട് ഒന്ന് ചവച്ച് അലിച്ച് വായിലേക്ക് ഇറക്കിയിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഇനി നാളെ ഇരുമ്പ്, എണ്ണ എന്നിവയൊന്നും വാങ്ങിക്കൊണ്ട് വീട്ടിലോട്ട് വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതുവഴി നെഗറ്റീവ് ദോഷങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് കാരണമാകുന്നതാണ്. അപ്പോൾ നാളെ ഇവിടെ ചുരുക്കി പറഞ്ഞ 2025 ഡിസംബർ 27 എന്ന നാളത്തെ ദിവസം പ്രാർത്ഥനകൾക്കും പരിഹാര കർമ്മങ്ങൾക്കുമൊക്കെ ഉചിതമായ ദിവസമാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെ ധൈര്യമായി ക്ഷേത്ര ദർശനങ്ങൾ, പ്രാർത്ഥനകളൊക്കെ നടത്തി നിങ്ങൾ മുന്നോട്ട് പോയാൽ കാര്യവിജയം ഉണ്ടാകുന്നതാണ്. ഈശ്വരചിന്തയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ കഷ്ടപ്പാടുകളൊന്നും കണ്ട് മനം മടുക്കരുത് ആരും. കഷ്ടപ്പാടുകളൊക്കെ ഇന്ന് വരും നാളെ പോവും, അങ്ങനെ ഒരു കാര്യമാണ്. ഒന്നും സ്ഥായിയായി നിലനിൽക്കുകയില്ല. അപ്പോൾ ഈശ്വര ഭജനം എപ്പോഴും ഉണ്ടാവുക. നമ്മുടെ ഹിതമനുസരിച്ച് എപ്പോഴും നടക്കണമെന്നില്ല. ഭഗവാന്റെ ആ ഒരു ഹിതമനുസരിച്ചായിരിക്കും നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ശനിദോഷം പോലെയുള്ള കാര്യങ്ങൾ കാഠിന്യമായ അനുഭവത്തിലൂടെ കടന്നു പോകണം എന്നൊരു ഭയമൊന്നും മനസ്സിൽ വെക്കേണ്ട. പരിഹാരങ്ങൾ ചെയ്താൽ മാറാത്തതായ ഒരു കാര്യവും ഈ ലോകത്ത് നിലവിലില്ല, ഇന്നേ വരെ നിലവിലില്ല എന്നത് മനസ്സിലാക്കി ധൈര്യമായി മുന്നോട്ട് പോകൂ. ഈ പറഞ്ഞിരിക്കുന്ന നാളെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഉപേക്ഷിച്ചാൽ മാത്രം നിങ്ങളൊന്ന് ചെയ്താൽ മതി. കാരണം അനാവശ്യ സംസാരങ്ങളിലൂടെയും വഴക്കിലൂടെയും നാളത്തെ ദിവസം വിനകൾ വന്നു ചേരാൻ സാധ്യതയുള്ളതിനാൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്കും ഈ പറഞ്ഞ നക്ഷത്രക്കാർ പോകാതിരിക്കുക. ഇവരെന്ന് മാത്രമല്ല ആരും പോകാതിരിക്കുന്നത് ഉത്തമമാണ്. ശനിയാഴ്ച കൂടിയാണ്, അതും മനസ്സിലാക്കുക. അപ്പോൾ കൂടാതെ ഈ പറഞ്ഞിരിക്കുന്നതായ വഴിപാടുകൾ കൂടി നാളത്തെ ദിവസം രാവിലെയും വൈകിട്ടോ നിങ്ങൾക്ക് കഴിയുന്ന സമയങ്ങളിൽ ചെയ്യാൻ ശ്രമിച്ചാൽ നാളത്തെ ഒരു ദിവസം മാത്രം ഫലം ലഭിക്കുമെന്നതല്ല ഇതിനകത്ത് പറയുന്നത്. നാളത്തെ ദിവസം മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി ഗുണകരമായ ഫലങ്ങൾ ലഭിക്കാനുള്ള ഒരു തുടക്കം കൂടി, ഒരു പ്രചോദനം കൂടിയായി മാറും എന്നതുകൂടി മനസ്സിലാക്കുക. ഏവർക്കും ശുഭകരമായ ഒരു ദിവസം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.